ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇന്നലെ വീണ്ടും ഇസ്ലാമാബാദിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി റഷ്യയിലേക്ക് പോയി. ഇന്നലെ പാക് സൈനിക മേധാവി അസീം മുനീറുമായി അറഗ്ചി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു കൊട്ടാരക്കര, സമാധാനം അകലെ എന്ന് സൂചിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. ഇതുവരെയും ഇറാനും അമേരിക്കയിലും നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇന്നലെ ഇസ്ലാമാബാദിൽ എത്തിയെങ്കിലും ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല. അദ്ദേഹം റഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും സമാധാനം ഇനിയും അകലെ നിന്നുള്ള വാർത്തകളാണോ വരുന്നത്? ഗുഡ് മോർണിംഗ് സൂര്യശ്രീ, രസ്ന. ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അതിനായി ഇറാൻ ഭരണകൂടം തന്നെ മുൻകൈ എടുക്കണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോൺ കോളിലൂടെ ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം ഫോക്സ് ന്യൂസിന് ഒരു അഭിമുഖം നൽകിയിരുന്നു. അപ്പോഴാണ് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലേക്ക് നമുക്കറിയാം, അമേരിക്കയുടെ ഡെലിഗേറ്റ്സ് ആയിരുന്ന സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും പോകാനിരുന്നത് അവസാന മണിക്കൂറിലായിരുന്നു ആ യാത്ര റദ്ദാക്കേണ്ടി വന്നത്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുവാൻ ചർച്ചകൾ വേണമെന്നൊക്കെ ഇറാൻ ആവശ്യപ്പെടുമ്പോഴും ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള US-ന്റെ ഉപരോധം നീക്കണമെന്നുള്ള ഒരു കണ്ടീഷൻ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെ ഒരു 18 മണിക്കൂർ ദീർഘയാത്ര ചെയ്യിപ്പിച്ച് ഒരു ചർച്ചയ്ക്കൊന്നും അയക്കുവാൻ താൻ തയ്യാറല്ലെന്നും സുരക്ഷിതമായ ഹോട്ട് ലൈൻസ് ലഭ്യമാണെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടുമുള്ള സമ്മർദ്ദം വലിയ രീതിയിൽ ഇറാന്റെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച രാത്രി ചർച്ചയ്ക്കായിട്ട് വന്ന ശേഷം ഇസ്ലാമാബാദ് വിട്ട ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അപ്രതീക്ഷിതമായിട്ട് ഒമാൻ സന്ദർശിച്ച ശേഷം വീണ്ടും പാകിസ്ഥാനിൽ തിരിച്ചെത്തിയിരുന്നു. അസീം മുനീറുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിഖ് അൽ സെയ്ദുമായിട്ടും അബ്ബാസ് അറാഗ്ചി ഈ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തതായിട്ട് ഇറാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നിന്ന് അദ്ദേഹം നേരെ റഷ്യയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. റഷ്യയിൽ വ്ളാദിമിർ പുടിനുമായിട്ട് ചർച്ചകൾ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ ഡിപ്ലോമാറ്റിക് ജിഹാദിന്റെ ഭാഗമായി പുടിനുമായിട്ട് സംസാരിക്കുമെന്ന് അവിടുത്തെ ഇറാന്റെ സ്ഥാനപതി കാസിം ജലാലി പറയുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.